പാലക്കാട് കോട്ട. കേരളത്തിലെ പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. പാലക്കാട് കോട്ട പുരാണ കാലഘട്ടം മുതലേ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കോട്ടയുടെ ആദ്യ കാലഘട്ടങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളേ ഉള്ളൂ. ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നു. എന്നാൽ 18-ാം നൂറ്റാണ്ടിന് മുൻപ് അവിടുത്തെ സ്വതന്ത്ര ഭരണാധികാരിയായി. 1757 അദ്ദേഹം സാമൂതിരിയുടെ ആക്രമണ ഭീഷണി ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിച്ചു. തന്ത്രശാലിയായ ഹൈദരാലി ഈ സന്ദർഭം വിനിയോഗിച്ച് ഈ കോട്ടയും പ്രദേശങ്ങളും പിടിച്ചെടുത്തു. 1766 ഹൈദരാലി കോട്ട വിപുലീകരിച്ചു. 1768 കേണൽ വുഡിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ഹൈദരാലിയിൽ നിന്നും കോട്ട പിടിച്ചെടുത്തു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദരാലി കോട്ടയുടെ ഭരണം തിരിച്ചു പിടിച്ചു. 1782 ഹൈദരാലിയുടെ മരണശേഷം പുത്രനായ ടിപ്പു സുൽത്താൻ മൈസൂർ ഭരണം ഏറ്റെടുത്തു. 1783 ബ്രിട്ടീഷുകാർ കേണൽ ഫുള്ളറ്റിന്റെ നേതൃത്വത്തിൽ 11 ദിവസം കോട്ട വളഞ്ഞു വെക്കുകയും തുടർന്ന് കോട്ട പിടിച്ചടക്കുകയും ചെയ്തു. അതിനടുത്ത വർഷം ബ്രിട്ടീഷുകാർ ഈ കോട്ട സാമൂതിരിമാരെ ഏൽപ്പിച്ചു. സാമൂതിരിയിൽ നിന്നും വീണ്ടും കോട്ട ടിപ്പു സുൽത്താൻ നിയന്ത്രണത്തിലാക്കി. 1790 അവസാനമായി ബ്രിട്ടീഷുകാർ കേണൽ സ്റ്റുവർട്ടിന്റെ നേതൃത്വത്തിൽ ടിപ്പുവുമായി ഏറ്റുമുട്ടി ഈ കോട്ട പിടിച്ചടക്കി. തുടർന്ന് ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഒരു താവളമായി ബ്രിട്ടീഷുകാർ ഈ കോട്ടയെ ഉപയോഗിച്ചു. ഇതോടൊപ്പം അവർ കോട്ട കൂടുതൽ വിപുലീകരിച്ചു. തുടർന്ന് ഇന്ത്യ സ്വതന്ത്രമാകുന്നത് വരെ ഈ കോട്ട ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്നു. 1900 തുടക്കത്തിൽ ഈ കോട്ടയെ താലൂക്ക് ഓഫീസായി ഉപയോഗിച്ചു. ഈ കോട്ടയ്ക്കും ടൗൺ ഹാളിനുമിടയ്ക്കായി ഉള്ള മൈതാനത്തെ കോട്ട മൈതാനം എന്ന് വിളിക്കുന്നു. ഒരു കാലത്ത് ടിപ്പു സുൽത്താന്റെ ആനകൾക്കും കുതിരകൾക്കും ലായമായിരുന്നു ഈ കോട്ട മൈതാനം. ഇന്ന് ക്രിക്കറ്റ് കളിക്കും, പ്രദർശനങ്ങൾ നടത്താനും പൊതുസമ്മേളനങ്ങൾ നടത്താനും ഉപയോഗിക്കുന്നു. കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന രാപ്പാടി എന്ന തുറസായ ഒരു ഓഡിറ്റോറിയവും കോട്ടയുടെ വശത്തായി കുട്ടികളുടെ ഒരു പാർക്കുമുണ്ട്. കോട്ടയ്ക്കുള്ളിൽ ഒരു ഹനുമാൻ ക്ഷേത്രവും ഉപദേവതയായി ഗണപതിയുമുണ്ട്. ഹനുമാന് വടമാല ചാർത്തുന്നത് വളരെ വിശേഷമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ ജയിൽ സംവിധാനവും ഉയർന്ന തലത്തിൽ നിന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്നതിനുള്ള നിരീക്ഷണ ഭാഗവുമുണ്ട്. കോട്ടയ്ക്കുള്ളിലെ കൽമണ്ഡപം മറ്റൊരു പ്രത്യേകതയാണ്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ കോട്ടയുടെ ഉള്ളിൽ ഒരു പുരാവസ്തു മ്യൂസിയം ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ടിപ്പുവിന്റെ തന്ത്രപ്രധാനമായ ഒരു ഭൂഭാഗമായിരുന്നു പാലക്കാട് കോട്ടയും പ്രദേശങ്ങളും. 14-ാം നൂറ്റാണ്ടിൽ, അതായത് 1364 മുതൽ 1947 ഓഗസ്റ്റ് 15 വരെ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തോളം പല ബാഹ്യശക്തികളും പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ തേരോട്ടം നടത്തി. സൈനിക ശക്തി താരതമ്യേന കുറവായിരുന്ന പാലക്കാട് ഭരണാധികാരികൾക്ക് എന്നും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 8.5 ഏക്കർ വിസ്തീർണം മാത്രമാണ് പാലക്കാട് കോട്ടയ്ക്ക്. പാലക്കാട് അച്ഛന്റെയും മൈസൂർ രാജാക്കന്മാരുടെയും
സാമൂതിരിയുടെയും ബ്രിട്ടീഷുകാരുടെയും പടയോട്ടങ്ങൾ നടന്ന ഈ പാലക്കാട് കോട്ട വീരകഥകൾ ഉറങ്ങുന്ന ഒരു ചരിത്ര സ്ഥലമാണ്.